ഹായ്, ഞാൻ സുനീർ, കോഴിക്കോട് സ്വദേശിയാണ്. കോയമ്പത്തൂർ HNS വെച്ച് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ പക്ഷേ റിസൾട്ടിനെ കുറിച്ചുള്ള വീഡിയോ അല്ല, പക്ഷേ വ്യൂവേഴ്സിൻ്റെ ഒരു സംശയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്താണ് സംശയം എന്ന് വെച്ചാൽ, ഗൾഫിലും അതേപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിൽ കേരളത്തിന് പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ വളരെ കുറഞ്ഞ ലീവുകൾക്കായിരിക്കും നാട്ടിലെത്തുക. അത്തരം ആളുകൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാണോ എന്നുള്ളത് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി നമുക്ക് തരാൻ അതിന് ഏറ്റവും യോജിച്ചത് ഡോക്ടറാണ്. അപ്പം സുജേത മാമിനോടാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിന് ഡോക്ടർ നമുക്ക് തന്ന മറുപടിയാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഡോക്ടർ അത് പറഞ്ഞിരിക്കുന്നത് സാധ്യമാണെന്നാണ്. അതേപോലെ തന്നെ ഡോക്ടറുടെ ഒരു പ്രത്യേക വാക്ക്, ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഉണ്ടായ ഒരു പ്രത്യേക വാക്ക് എനിക്ക് വളരെയധികം സന്തോഷം നൽകി. കാരണം റിസൾട്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ HNS തയ്യാറല്ല. നമ്മുടെ ആരോഗ്യം വിട്ടിട്ട് ഒരു കാര്യവും HNS ചെയ്യില്ല എന്ന് എനിക്ക് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പം മനസ്സിലായി. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ഉള്ളത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന മുടി നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിന്റെ വില ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ മുടി ഉണ്ടാവുക എന്നുള്ളത് ഏതൊരാളുടെയും ഒരു അഹങ്കാരം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഡോക്ടറെ വാക്ക് വളരെ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു അഭിമുഖം അഥവാ ഇന്റർവ്യൂ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്റർവ്യൂ മുഴുവനായിട്ട് കേൾക്കുക. ഡോക്ടറുടെ ആ പ്രത്യേക വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എന്തായാലും ഞാൻ ആ വാക്ക്, ആ അഭിമുഖ വീഡിയോയ്ക്ക് ശേഷം ഞാൻ വിചാരിച്ച ആ വാക്ക് നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഇന്റർവ്യൂയിലേക്ക് പോകാം. വ്യൂവേഴ്സിന്റെ ഒരു 2 സംശയങ്ങളാണ്. ഒന്നാമത്തത്, ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ലീവ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അതിനുശേഷമുള്ള ഇതിന് ട്രാൻസ്പ്ലാന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ പുറത്തുനിന്ന് നമുക്ക് മാക്സിമം 10-15 ഡേയ്സ് ലീവിൽ അങ്ങനെ വന്നൊരു ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ 2 months 3 months ഒക്കെ കിട്ടുവാണെങ്കിൽ ബെറ്റർ ആണ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇവിടെ നാട്ടിലുള്ളത് വരെ നമുക്ക് PRP അല്ലെങ്കിൽ GST ഒക്കെ എടുത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് പെട്ടെന്നുള്ള കൃത്യം ലീവാണ്, നമുക്ക് അത്ര ഇല്ല, പെട്ടെന്ന് പോതിച്ച് പോകണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറ്റുവാണെങ്കിൽ GST PRP ഒക്കെ എടുത്താൽ മതി. അപ്പൊ കോസ്റ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ അത്രയും ചെലവാക്കി ചെയ്യണമെന്നുള്ള ആവശ്യമില്ല. വിറ്റാമിൻ ടാബ്ലറ്റ്സ് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, ഫുഡ് പ്രോപ്പറായിട്ട് എടുക്കുക, പിന്നെ തല കഴുകുന്നത് ഡ്രിങ്കിങ് വാട്ടർ കൊണ്ട് യൂസ് ചെയ്താൽ മതി, ഹാർഡ് വാട്ടർ അങ്ങനെയായിട്ട് യൂസ് ചെയ്യണ്ട. നമുക്ക് മാക്സിമം ഒരുപാട് ലെങ്ത് ആയിട്ട് വളർത്തുന്നില്ല, കുറച്ചൊന്ന് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ് പുറത്തുള്ള സമയത്ത് വരെ. പിന്നെ ഷാംപൂസ് അധികം കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുക, താരൻ മെയിനായിട്ട് ഇല്ലാതെ നോക്കണം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ല, ചെയ്താലും വീണ്ടും മുടി പൊഴിച്ചാണെങ്കിൽ അടുത്ത ഓപ്ഷൻ വരുന്നത് ട്രീറ്റ്മെന്റ് ഭാഗത്ത് PRP GST ഉള്ളൂ. അതും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് കയ്യിൽ ബാക്കപ്പ് ആയിട്ടുള്ളൂ, മിനോക്സിലും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മാക്സിമം ഇതൊക്കെ ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. മിനിമം എത്ര ദിവസം വേണ്ടി വരും? എന്തായാലും ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം എന്തായാലും വേണ്ടി വരും. ആദ്യത്തെ 2 ദിവസം ഇവിടെയും ഒരാഴ്ച വീട്ടിലും. അപ്പൊ ടോട്ടൽ മിനിമം 10 ഡേയ്സ് എന്തായാലും വേണ്ടി വരും. അതിന് ശേഷം നമുക്ക് പുറത്തു പോകാൻ പറ്റും. അപ്പൊ PRP GST എടുക്കുന്നത് നിർബന്ധം അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ കിട്ടുവാണെങ്കിൽ അത് പ്ലസ് പോലെ. നേരത്തെ ചോദിച്ചാല് നമ്മളെ മിനോക്സിഡിൽ ഇല്ല, അത് എങ്ങനെ ലോഷനായിട്ട് സ്പ്രേ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ല. ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് മുടിക്കണമെങ്കിൽ വിറ്റാമിൻ ടാബ്ലറ്റ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാതെ മിനോക്സിലോ ഫിനോക്സിലോ ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്നത് അത്ര അഡ്വൈസബിൾ ഇല്ല. നമുക്ക് സൊല്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഓരോ ദിവസം 1 ml ആയിട്ട് യൂസ് ചെയ്താൽ മതി. 5% 1 ml ആണ് അഡ്വൈസബിൾ ഡോസേജ്. അത് യൂസ് ചെയ്താൽ മതി. ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് വേറെ ഒരു ഓപ്ഷനേ ഇല്ല, നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഒന്നും ചെയ്യാനേ പറ്റില്ല, ഒരു വഴി അതേ ഉള്ളൂ. ലാസ്റ്റ് ഓപ്ഷൻ അതേ ഉള്ളൂ. പ്രശ്നമായിട്ടില്ല. ഇപ്പം ഹെയർ ഫോൾ വലുതായിട്ടില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് തന്നെ പോകണമെന്നൊന്നും ആവശ്യം വരത്തില്ല. വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ലാസ്റ്റ് ഫിനോക്സിലേക്കാണ്. അപ്പം നമ്മുടെ സംശയങ്ങൾക്ക് വേറിയ സമയം കിട്ടിയ ഡോക്ടർക്ക് വളരെയധികം താങ്ക്സ്. അപ്പോൾ ഇന്റർവ്യൂ എല്ലാവരും നല്ലപോലെ കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഗുളിക കഴിക്കാൻ, അതായത് റിസൾട്ടിന് വേണ്ടിയിട്ട് അകത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഗുളികയും കഴിക്കരുത്, അത് വിറ്റാമിൻ ടാബ്ലറ്റ് അല്ല എന്ന് ഡോക്ടർ വളരെ കൃത്യമായിട്ട്, വിറ്റാമിൻ ടാബ്ലറ്റ് ഒഴികെ മറ്റൊന്നും ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്
എന്നുള്ള ഡോക്ടറിന്റെ വാക്ക് എനിക്ക് വളരെയധികം ഫീൽ ചെയ്തു. അപ്പൊ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്തുകൊണ്ടാണ് HNS നമ്മളിൽ ഒരു റിസൾട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.